വീണ്ടും നമ്മൾ പാർലമെന്റിലേക്കാണ്. രാഷ്ട്രപതി പാർലമെന്റിലേക്ക് എത്തുകയാണ്. ഇരുസഭകളെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. നേരത്തെ പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ എന്ന നിലയ്ക്കാണ് അദ്ദേഹം ചില സൂചനകൾ നൽകിയത്. നമുക്കൊപ്പം തുടരുന്നുണ്ട് അനൂപ്. രാഷ്ട്രപതി പാർലമെന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ കാണുന്ന ആ ചടങ്ങുകളോടുകൂടി തന്നെയാണ് ആ യാത്ര. ഈ പ്രതീക്ഷകൾ തീർച്ചയായും പ്രധാനമന്ത്രി ഇന്ന് സൂചിപ്പിച്ച കാര്യങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇടത്തരക്കാർ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. അത് നികുതിയിലടക്കമുള്ള വലിയ ഇളവിനെക്കുറിച്ചുള്ള സൂചനകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ നിറയുന്ന ആ സൂചനകൾ ആളുകൾക്ക് പ്രതീക്ഷ പകരുന്നു. എന്തായാലും ആദ്യ ബജറ്റ് പക്ഷേ പലപ്പോഴും കടുത്ത തീരുമാനങ്ങളിലേക്ക് വഴിവെക്കാറുമുണ്ട്. എന്തൊക്കെയാണ് സാമ്പത്തിക വിദഗ്ധരൊക്കെ, പ്രത്യേകിച്ചും ഡൽഹിയിലെ സാമ്പത്തിക വിദഗ്ധരൊക്കെ നൽകുന്ന സൂചനകളും പ്രതീക്ഷകളുമൊക്കെ? ഇതിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം, അടിസ്ഥാന ജനവിഭാഗത്തിന് ഗുണമുണ്ടാകുന്ന എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ കേന്ദ്ര ബജറ്റിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. പൊതുവെ ബജറ്റ് സമ്മേളനങ്ങൾ വരുമ്പോൾ ആളുകൾ പ്രാധാന്യം നൽകാറ് ഇടത്തരക്കാർക്ക് ലഭിക്കേണ്ട സഹായം ലഭിക്കേണ്ടുന്ന ഈ ആദായ നികുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിനുമപ്പുറത്തേക്ക് രാജ്യത്തിൻ്റെ എല്ലാ കോണിലുമുള്ള ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് ഗുണമാകുന്ന ഏതെങ്കിലും പദ്ധതികൾ ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഒരു പ്രതീക്ഷയായി ആളുകൾ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിലെ തിരഞ്ഞെടുപ്പ് സമയത്തെല്ലാം BJP ഉൾപ്പെടെ ജനോപകാരപ്രദമായിട്ടുള്ള അതല്ലെങ്കിൽ ജനകീയമായിട്ടുള്ള വളരെയേറെ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്, ഉറപ്പുകൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് ഗ്യാസ് ചെറിയ വിലയ്ക്ക് കൊടുക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ നേരിട്ട് ഓരോ വീട്ടിലും സ്ത്രീകൾക്ക് മാസാമാസം 2500 രൂപ വീതം എത്തിക്കുന്നതാണെങ്കിൽ, അങ്ങനെ നിരവധി ജനകീയ പ്രഖ്യാപനങ്ങൾ. അത്തരത്തിലുള്ള ഏതെങ്കിലും ജനകീയ പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകുമോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. രണ്ടാമത്തേത്, നമ്മൾ കേരളത്തെ സംബന്ധിച്ച് കേരളം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തുടർച്ചയായി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായം നൽകാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ്. 2000 കോടി രൂപയുടെ ഒരു പാക്കേജാണ് കേരളം ആവശ്യപ്പെട്ടത്. പക്ഷേ 1 രൂപ പോലും ഇതുവരെ കേന്ദ്രം നൽകിയിട്ടില്ല. ദുരന്തം നടന്ന് മാസങ്ങൾ പിന്നിട്ടു. അതിനുശേഷം അപകടങ്ങളോ അല്ലെങ്കിൽ ദുരന്തമോ നടന്ന പല സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാർ സഹായം നൽകിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിന് യാതൊരു സഹായം നൽകിയിട്ടില്ല. ഈ ബജറ്റിൽ ഈ വയനാടിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക പാക്കേജ് ഉണ്ടാകുമോ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. നേരത്തെ ആദ്യ ബജറ്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം അവതരിപ്പിച്ചപ്പോൾ ബീഹാറിനും ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശിനും പ്രത്യേകമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു, പ്രത്യേകമായ ഫണ്ട് നൽകിയിരുന്നു. സമാനമായൊരു ഫണ്ട് കേരളത്തിന് ഉണ്ടാകുമോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. അതിനുമപ്പുറത്തേക്ക് കേരളത്തെ സംബന്ധിച്ച് എയിംസ് വളരെ കാലമായിട്ടുള്ള ആവശ്യമാണ്. ഈ ബജറ്റ് സമ്മേളനങ്ങൾ നടക്കുന്ന കാലത്തൊക്കെ തന്നെ എയിംസിൻ്റെ ചർച്ചകൾ ഉയർന്നു വരാറുണ്ട്, പക്ഷേ നമുക്ക് ലഭിക്കാറില്ല. ഇത്തവണ അത് ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമായിട്ട് ഉയരുന്നത്. ഒപ്പം തന്നെ സംസ്ഥാന ധനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചിരുന്നു 24,000 കോടി രൂപയുടെ ഒരു പ്രത്യേക പാക്കേജ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക നില പരിഗണിച്ചുകൊണ്ട് അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേക മെമ്മോറാണ്ടം കേന്ദ്ര ധനമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. അത് പരിഗണിക്കപ്പെടുമോ എന്ന ചോദ്യവുമുണ്ട്. അതായത് അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഒപ്പം തന്നെ കേരളത്തിൻ്റെ ധനസ്ഥിതി പരിഗണിച്ചുള്ള പ്രത്യേക പരിഗണനയും കേരളത്തിലുണ്ടാകുമോ എന്ന ഒരു ആകാംക്ഷ ബജറ്റിലുണ്ട്. അതിനുമപ്പുറത്തേക്ക് ഈ ബജറ്റ് സമ്മേളനം എന്നതിലുപരി വളരെ വളരെ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുന്ന വിഷയമാണ്.